ആഭ്യന്തരമന്ത്രിയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിൽ അർജുൻ ആയങ്കിയുടെ അഴീക്കോട് കപ്പക്കടവിലെ വീട്ടിൽ കണ്ണൂർ സൈബർ പോലീസ് സംഘം മിന്നൽ പരിശോധന നടത്തി. കണ്ണൂർ സൈബർ പോലീസ് SHO A അനൂപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. വീട്ടിൽ നിന്നും കേസിൽ നിർണായക തെളിവാകാൻ സാധ്യതയുള്ള ഒരു ലാപ്ടോപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിശോധന വേളയിൽ അർജുൻ ആയങ്കിയുടെ അമ്മ, സഹോദരൻ അജയ് ആയങ്കി എന്നിവരുടെ മൊഴികളും പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 മണിക്കൂറിലേറെ നീണ്ടുനിന്ന പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും ശേഷമാണ് പോലീസ് സംഘം അവിടെ നിന്ന് മടങ്ങിയത്. കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുകയാണ് ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവയ്ക്കാൻ ഉപയോഗിച്ച ഉപകരണം ഏതാണെന്ന് വ്യക്തമാക്കുന്നതിനായി പിടിച്ചെടുത്ത ലാപ്ടോപ്പ് ഉടൻ തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിലെ നിലവിലുള്ള ഡാറ്റയും ഡിലീറ്റ് ചെയ്യപ്പെട്ട വിവരങ്ങളും വിദഗ്ധർ വിശദമായി പരിശോധിക്കും. നേരത്തെ അർജുനിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നെങ്കിലും വിവാദ പോസ്റ്റുകളും കമന്റുകളും ഒന്നിലധികം ഉപകരണങ്ങളിൽ നിന്നാണ് വന്നതെന്ന സംശയമാണ് പോലീസിനെ ഇത്തരത്തിലുള്ളൊരു വീട് കയറിയുള്ള അന്വേഷണത്തിലേക്ക് നയിച്ചത്. എന്തായാലും പോലീസ് നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ കസ്റ്റഡിയിലുള്ള അർജുൻ ആയങ്കിയെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്നതിനായി പോലീസ് കോടതിയിൽ പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിച്ചു. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കസ്റ്റഡി ലഭിക്കുന്നതോടെ ഡിജിറ്റൽ തെളിവുകൾ മുൻനിർത്തി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് പോലീസിനെ പരിഹസിച്ച് റീലുകളും കമന്റുകളും പ്രചരിപ്പിച്ചത് സുഹൃത്തായ പ്രണവാണെന്ന് അർജുൻ മൊഴി നൽകിയതായാണ് വിവരം. നിലവിൽ ഒളിവിലുള്ള പ്രണവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒളിവിൽ കഴിഞ്ഞ കാലയളവിൽ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളെ സോഷ്യൽ മീഡിയ പേജുകളുടെ അഡ്മിന്മാരാക്കി സൈബർ ആക്രമണം നടത്തിയോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എറണാകുളത്ത് നിലവിലുള്ള 3 കേസുകളിൽ ഒന്നിൽ ലഭിച്ച ജാമ്യം റദ്ദാക്കാനായി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും റൂറൽ SP വ്യക്തമാക്കി. വ്യക്തമായ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച പശ്ചാത്തലത്തിൽ ഇയാളെ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. ഇതിനു പുറമെ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള പ്രാഥമിക നടപടികളും ആരംഭിച്ചു. ഇയാളുടെ കേസുകളുടെ വിശദമായ ചരിത്രമടങ്ങിയ റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് കൈമാറും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആയങ്കി കണ്ണൂരിൽ എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്ക് ഒളിവിൽ തങ്ങാൻ സഹായം നൽകിയ സുഹൃത്ത് പ്രണവ്, ബന്ധു കുട്ടൻ എന്നിവർക്കായി തെരച്ചിൽ ഊർജിതമാക്കി. അതേസമയം ആയങ്കി അറസ്റ്റ് ചെയ്യാനുള്ള അപേക്ഷ കോതമംഗലം പോലീസ് ഇന്ന് തലശ്ശേരി കോടതിയിൽ സമർപ്പിക്കും. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്താൻ ആരംഭിച്ച ഓപ്പറേഷൻ ഗ്രിപ്പ് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഗുണ്ടകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനൊപ്പം അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളുടെ സ്രോതസ്സും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നീക്കങ്ങൾ പൂർണ്ണമായും രഹസ്യമായി നടത്താനും ദിനംപ്രതിയുള്ള വിവരങ്ങൾ പുറത്തുവിടരുതെന്നും ക്രമസമാധാന ചുമതലയുള്ള ADGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാലും അർജുൻ ആയങ്കിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അർജുൻ ആയങ്കിയെ സമഗ്രമായുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൂട്ടാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രി അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് അർജുൻ ആയങ്കി പോലീസിനെ വട്ടം ചുറ്റിച്ചിരുന്നു. എന്തായാലും ഇതിനുള്ള മറുപടി അത് തീർച്ചയായും പോലീസ് ചെയ്തിരിക്കും.